ഈ ഫില്ലിങ്സ് കുറേശ്ശെ എടുത്ത് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇത് ഇങ്ങോട്ട് മടക്കണം. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും മടക്കണം. ഈ ഭാഗം ഇങ്ങോട്ട് മടക്കണം. ഇവിടുന്ന് ഇങ്ങനെ ചേർത്ത് മടക്കണം. ഇതെല്ലാം ഇങ്ങനെ ബോക്സ് ആയിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ആലു ബോക്സ് എന്ന് പറയുന്നത്. മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞു വെച്ചിരിക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടി, ഒരു മീഡിയം സവാള, കുറച്ച് മല്ലിയില, 7-8 വെളുത്തുള്ളിയില്ലേ. ഇത് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് ഇത്രയും വെളുത്തുള്ളിയില്ലി ചേർക്കുന്നത് കേട്ടോ. 2 പച്ചമുളക്, ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ചിക്കൻ മസാല കയ്യിലില്ലെങ്കിൽ ഒന്ന് ബീഫ് മസാല ഉണ്ട്, അത് ചേർക്കാം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഗരം മസാല അല്പം കൂട്ടിച്ചേർത്താലും മതി. ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം, എല്ലാ കൂട്ടവും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഉരുളക്കിഴങ്ങൊന്ന് മാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഉടച്ചെടുക്കണം. കൈ കൊണ്ടോ മാഷർ വെച്ചോ എങ്ങനെയെങ്കിലും ഉടച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തില്ല. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം ഇത് നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കയ്യിൽ അല്പം എണ്ണ തൂത്തിട്ട് ഇതിങ്ങനെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി വെക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ കയ്യിൽ എണ്ണ തൂക്കുന്നത്. ഇതേ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി വെക്കാം. ഇനി ചപ്പാത്തി പരത്തുന്നത് പോലെ ഇതൊന്ന് പരത്തിയെടുക്കാം. ഒരെണ്ണം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ ഒന്ന് മുറിച്ച് മാറ്റണം. ഇത് ഷേപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ മുറിച്ച് മാറ്റിയത് കേട്ടോ. ഇനി ഇത് 2 ആക്കി മുറിക്കണം. ഒരെണ്ണം ഇതുപോലെ വെച്ചിട്ട് അടുത്തതെടുത്ത് ഇതുപോലെ ക്രോസ് ആയിട്ട് വെക്കണം. ഈ ഫില്ലിങ്സ് കുറേശ്ശെ എടുത്ത് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇത് ഇങ്ങോട്ട് മടക്കണം. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും മടക്കണം. ഈ ഭാഗം ഇങ്ങോട്ട് മടക്കണം. ഇവിടുന്ന് ഇങ്ങനെ ചേർത്ത് മടക്കണം ഇതുപോലെ. എന്നിട്ട് വീണ്ടും ഇതൊന്നുകൂടെ പരത്തണം. ഒത്തിരി വലുതാക്കേണ്ട, ഒത്തിരി ബലവും കൊടുക്കണ്ട. അധികം ബലം കൊടുക്കാതെ പരത്തണം. ബലം കൊടുത്ത് പരത്തി പോയെന്നാലേ ഉണ്ടല്ലോ ഇതിൻ്റെ ഫില്ലിങ് പുറത്തോട്ട് വരും. ഞാനിപ്പം ഇത്രേ പരത്തുന്നുള്ളു. ഇതെല്ലാം ഇങ്ങനെ ബോക്സ് ആയിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ആലു ബോക്സ് എന്ന് പറയുന്നത്. ചൂടായ തവയിലേക്ക് ആദ്യം അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓരോ ബോക്സും ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക.
ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മതി, കട്ടിയുള്ളതായതുകൊണ്ട് അതൊന്ന് വെന്ത് വരണം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം. ആലു ബോക്സ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റാം. ബാക്കി നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. സ്ഥിരമായിട്ട് ചപ്പാത്തി കഴിക്കുന്നവർക്കൊക്കെ മാറി മാറി കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നല്ല നല്ല റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫിയ കുര്യാക്കോസ്.